എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കി ഉത്തരവിറക്കി. നിയമന തീയതി മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കും. വൈകി വന്ന തീരുമാനമെന്ന് സഭാ നേതൃത്വം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് ഇതുവരെ അസാധ്യമെന്ന് പറഞ്ഞതൊക്കെ സർക്കാർ നടപ്പിലാക്കുന്നത്. 3 നിർണായക തീരുമാനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് കൈക്കൊണ്ടത്. അതിൽ ഭിന്നശേഷി സംവരണത്തിലെ ഉത്തരവാണ് പ്രധാനം. എയ്ഡഡ് മാനേജ്മെന്റുകളും അധ്യാപക സംഘടനകളും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുകയായിരുന്നു. ഇതുപ്രകാരം നേരത്തെ NSSന് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കി. ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെന്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീം കോടതി വിധി ബാധകമായിരിക്കും. നേരത്തെ നടപ്പാക്കാമായിരുന്ന തീരുമാനം നിയമോപദേശത്തിന്റെ പേരിൽ വൈകിപ്പിച്ചുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത തലവൻ മാർ തോമസ് തറയിൽ. ഗവൺമെന്റ് കുറച്ചുകൂടെ നേരത്തെ തന്നെ അത് അഡ്രസ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് വൈകിപ്പോയി എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ലഭിച്ചല്ലോ എന്നുള്ളതിൽ വലിയൊരു ആശ്വാസമുണ്ട്. ഭിന്നശേഷി സംവരണം കൂടാതെ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധിയിലും അധ്യാപക തസ്തിക നിർണയത്തിലും താൽക്കാലിക പരിഹാരം എന്ന നിലയിലുള്ള തീരുമാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.